നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് ഇനി ഓർമ്മ. പ്രിയപ്പെട്ട അമീറിന് ഏറെ വൈകാരികമായ യാത്രയയപ്പാണ് രാജ്യം നൽകിയത്. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെ സുലൈബിക്കാത്ത് ഖബർസ്ഥാനിലായിരുന്നു ഖബറടക്കം. അന്തരിച്ച മുൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് ജാബിർ അൽ സബാഹിന്റെ മൃതദേഹം ഔദ്യോഗിക ബഹുമതികളോടെ ഖബറടക്കി. കുവൈറ്റിന്റെ പ്രിയപ്പെട്ട അമീറിന് ഏറെ വൈകാരികമായ യാത്രയയപ്പാണ് രാജ്യം നൽകിയത്. ഞായറാഴ്ച കാലത്ത് പ്രാദേശിക സമയം 9-ന് ബിലാൽ ബിൻ റബീഹ് മസ്ജിദിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിൽ സ്വദേശികളും വിദേശികളുമായി നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഖബറടക്ക ചടങ്ങിൽ സബാഹ് രാജകുടുംബവും കുവൈറ്റ് ഭരണ നേതൃത്വവും ഉന്നത ഉദ്യോഗസ്ഥരും മാത്രമാണ് പങ്കെടുത്തത്. കുവൈറ്റിന്റെ 16ാമത് അമീറായിരുന്ന അദ്ദേഹം ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അമീറിന്റെ വിയോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ കുവൈറ്റ് സൗഹൃദം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ ഷെയ്ഖ് നവാഫിന്റെ പങ്ക് നിർണായകമായിരുന്നെന്നും നരേന്ദ്രമോദി അനുശോചനക്കുറിപ്പിൽ രേഖപ്പെടുത്തി. UAE, സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്, ഫ്രാൻസ്, ജർമ്മനി, റഷ്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരും ഷെയ്ഖ് നവാഫിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. കുവൈറ്റിലെ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള പ്രവാസി സമൂഹവും പൗരന്മാരോടൊപ്പം രാഷ്ട്രത്തിന്റെ ദുഃഖത്തിൽ പങ്കാളികളായി. ഗിരീഷ് ഒറ്റപ്പാലം, 24 കുവൈറ്റ്. അന്തരിച്ച കുവൈറ്റ് അമീറിന് വേണ്ടി മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രാർത്ഥന. അനുശോചനം അറിയിക്കാൻ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കുവൈറ്റിലെത്തി. صاحب السمو الشيخ نواف الأحمد الجابر الصباح أمير دولة الكويت رحمه الله. അന്തരിച്ച കുവൈത്ത് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഉച്ചയ്ക്ക് മയ്യത്ത് നമസ്കാരം നടന്നത്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ നടന്ന നമസ്കാരങ്ങളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മക്കയിൽ ഷെയ്ഖ് ഫൈസൽ ബിൻ ജമീൽ ഗസാവിയും മദീനയിൽ ഷെയ്ഖ് അബ്ദുൽ മുഹസിൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയും നമസ്കാരത്തിന് നേതൃത്വം നൽകി. സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമീറിന്റെ കുടുംബത്തെയും കുവൈത്ത് ജനതയെയും അനുശോചനം അറിയിച്ചു. രാജാവിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ കുവൈത്തിലെത്തി. ജലീൽ കണമകലം, 24 ജിദ്ദ. അന്തരിച്ച കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന് ആദരമർപ്പിക്കാൻ ഇന്ത്യയുടെ പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി കുവൈറ്റിലെത്തി. ആദരസൂചകമായി ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം 2 മിനിറ്റ് മൗനം ആചരിച്ചു. എംബസിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഹർദീപ് സിംഗ് പുരി പങ്കെടുത്തു. തുടർന്ന് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും അനുശോചന സന്ദേശം കുവൈറ്റിന്റെ പുതിയ അമീർ ഷെയ്ഖ് മെഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബാഹിന് കൈമാറി. ദുബൈയിലെ ആദ്യകാല ഷോപ്പിംഗ് സെന്ററുകളിലൊന്നായ അൽമുല്ല പ്ലാസയുടെ ഒരു ഭാഗം അടർന്നു വീണ് 2 പേർക്ക് പരുക്ക്. അപകടത്തെ തുടർന്ന് ഷോപ്പിംഗ് സെന്റർ താൽക്കാലികമായി അടച്ചു. ദുബായ് ഷാർജ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് സെന്ററിൽ ഇന്നലെ രാത്രിയാണ് അപകടം നടന്നത്. ഷോപ്പിംഗ് സെന്ററിൽ വലിയ ഭാരമുള്ള വസ്തുക്കൾ ക്രമരഹിതമായും അമിതമായും ശേഖരിച്ചു വെച്ചതാണ് അപകട കാരണമെന്ന് ദുബായ് പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. അപകടത്തിൽ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റതായും പോലീസ് വ്യക്തമാക്കി. അപകടത്തിൽ പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. രാത്രി അപകടമുണ്ടായ ഉടൻ പോലീസും സിവിൽ ഡിഫൻസും അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിരുന്നു. അപകടത്തെ തുടർന്ന് ഷോപ്പിംഗ് സെന്റർ താൽക്കാലികമായി അടച്ചിട്ടിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ബലം ഉൾപ്പെടെയുള്ള വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും സെന്റർ ഇനി തുറക്കുക. അതേസമയം മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ അൽമുല പ്ലാസയിലെ റെസിഡൻഷ്യൽ ടവറിൽ താമസിക്കുന്നുണ്ട്. താമസക്കാർക്ക് വീടുകളിലേക്ക് പ്രവേശനം അനുവദിക്കും. ഇവർക്ക് പ്ലാസയുടെ പിൻഭാഗത്തെ ഗേറ്റ് വഴി പ്രവേശിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. 24 ദുബായ്. സൗദി ദമാമിൽ നവയുഗം സാംസ്കാരിക വേദി കാനം രാജേന്ദ്രൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ളവർ പങ്കെടുത്തു. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ അടിയുറച്ച പോരാളിയും സംഘാടകനും CPI സംസ്ഥാന സെക്രട്ടറിയും കേരളത്തിലെ ഇടതുമുന്നണിയുടെ നെടുന്തൂണുകളിൽ ഒന്നുമായിരുന്ന കാനം രാജേന്ദ്രന്റെ ജീവിതം ഏത് പൊതുപ്രവർത്തകനും മാതൃകയാണെന്ന് ദമാമിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു. ദമാമിൽ നവയുഗം സംഘടിപ്പിച്ച അനുസ്മരണ യോഗം പ്രവാസി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒത്തുചേർന്ന്
ആ ധന്യമായ ജീവിതത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സംഗമമായി മാറി. നവയുഗം ജനറൽ സെക്രട്ടറി MA വാഹിദ് കാര്യർ അധ്യക്ഷത വഹിച്ച അനുസ്മരണ യോഗത്തിൽ നവയുഗം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ വില്യാപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. തുക്കുബ മേഖലാ സെക്രട്ടറി ദാസൻ രാഘവൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ബഷീർ വാരോട്, EK സലീം, അലിക്കുട്ടി ഒളവട്ടൂർ, KM ബഷീർ, അബ്ദുറഹീം, ഡോക്ടർ ഇസ്മായിൽ, PT അലവി, പ്രദീപ് കുട്ടിയും, ഡോക്ടർ സിന്ധു ബിനു, ലീന ഉണ്ണികൃഷ്ണൻ, മഞ്ജു മണിക്കുട്ടൻ, ഉണ്ണി പൂച്ചടിയിൽ, ഖദീജ ടീച്ചർ, നവാസ് ചൂനാട് എന്നിവർ കാനം രാജേന്ദ്രൻ എന്ന ആ ജനകീയ നേതാവിനെ അനുസ്മരിച്ചു. പ്രിജി കൊല്ലം, അരുൺ ചാത്തന്നൂർ, ശിവകുമാർ, ബിജു വർക്കി, ബിനു കുഞ്ഞു, രാജൻ കായംകുളം, നന്ദകുമാർ, റഷീദ് പുനലൂർ, തമ്പാൻ നടരാജൻ, ജോസ് കടമ്പനാട്, രവി ആന്ത്രോട്, കൃഷ്ണൻ പേരാമ്പ്ര, ഷഫീഖ്, സജീഷ് പട്ടാഴി, ഷീബ സാജൻ, മഞ്ജു അശോക്, സംഗീത ടീച്ചർ എന്നിവർ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകി. നവയുഗം ദമാം മേഖലാ പ്രസിഡന്റ് R ഗോപകുമാർ സ്വാഗതവും നവയുഗം കേന്ദ്ര കമ്മിറ്റി ട്രഷറർ സാജൻ കണിയാപുരം നന്ദിയും പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. സൗദി പൗരനെ പറ്റിച്ച് മലയാളി 27 കോടിയിലേറെ രൂപയുമായി മുങ്ങിയതായി പരാതി. മലപ്പുറം സ്വദേശി ഷമീലിനെതിരെ ഇബ്രാഹിം ഒഥൈബി എന്ന സൗദി പൗരനാണ് ആരോപണം ഉന്നയിച്ചത്. കേസിൽ സൗദി പൗരന് അനുകൂലമായി കോടതി വിധിയുണ്ടെങ്കിലും പ്രതി സൗദിയിലില്ലാത്തതിനാൽ നടപടി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. മലപ്പുറം ജില്ലയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കടുത്ത് പള്ളിക്കൽ ബസാർ സ്വദേശി പുതിയകത്ത് ഷമീലിനെതിരെയാണ് സൗദി പൗരന്റെ പരാതി. തന്നിൽ നിന്ന് വാങ്ങിയ 1,25,43,400 സൗദി റിയാൽ അഥവാ 27.25 കോടിയോളം രൂപ തിരിച്ചു തരാതെ ഷമീൽ സൗദിയിൽ നിന്ന് മുങ്ങിയതായി ഇബ്രാഹിം മുഹമ്മദ് അൽ ഒതൈബി ജിദ്ദയിൽ പറഞ്ഞു. സൗദിയിൽ ഷമീൽ നടത്തിവന്നിരുന്ന ബിസിനസ്സിൽ പങ്കാളിത്തം നൽകാമെന്ന വ്യവസ്ഥയിലായിരുന്നു പണം വാങ്ങിയത്. കേസിൽ ഇബ്രാഹിമിന് അനുകൂലമായി സൗദി കോടതിയുടെ വിധിയുണ്ടായിട്ടും ഷമീൽ സൗദി വിട്ടതിനാൽ ഇതുവരെ പണം തിരിച്ചു കിട്ടിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന്റെ ഓഫീസിലും വിദേശകാര്യ മന്ത്രാലയത്തിലും ഇന്ത്യൻ കോൺസുലേറ്റിലുമെല്ലാം പരാതി നൽകിയിട്ടുണ്ടെന്ന് ഇബ്രാഹിം ഒതൈബി പറഞ്ഞു. والآن فلوسي عنده وفي الهند وللأسف أن الرجل يتهرب وأحكامي معايا ورافعت عن طريق الخارجية على السفارة السعودية للخارجية الهندية ولم يأتي إلى حد الآن رد ولها من 2017 أخذت الأحكام في 2017 ولا حد الآن ما في رد وأنا أستغرب يعني أول شيء إنه خاف الله أنا وثقت فيه وكفلته ووقفت معاه وساعدته كان عليه وقف خدمات بداية وخليته يسافر ويروح يشوف أمه. പലരെയും അകമഴിഞ്ഞ് സഹായിച്ചിരുന്ന സൗദി പൗരനെ ഇപ്പോൾ മറ്റു മലയാളികളിലുള്ള വിശ്വാസം കൂടി നഷ്ടപ്പെട്ടതായി ഇബ്രാഹിം ഒതൈബിയുടെ മലയാളി സുഹൃത്തുക്കൾ പറഞ്ഞു. ശ്രീ സമീൽ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ വ്യക്തി ഇവിടെ ബിസിനസ് ചെയ്ത് ഒരു പൈസ നഷ്ടപ്പെടുത്തിയിട്ടില്ല. പൈസ ഫുള്ള് നാട്ടിലുണ്ട്. ഇവനവിടെ പറ്റി അന്വേഷിക്കുകയാണ്. ഇവര് ബിൽഡിംഗ് ഉണ്ട്, വലിയൊരു കൊട്ടാര പോലത്തെ വീടുണ്ട്, റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്, ഫാക്ടറികൾ ഇന്ത്യക്ക് കേരളത്തിന് പുറത്ത് കുറെ ഫാക്ടറിക്കാരൊക്കെ വർക്ക് ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓന് നല്ല ലെവലിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മലയാളികൾ മൊത്തത്തിൽ ഇതൊരു ചീറ്റിങ്ങിന്റെ ആളാന്ന് തോന്നുന്ന സമയത്ത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സൗദിയിലെ ഓറക്സ് ഫിനാൻഷ്യൽ കമ്പനിയിൽ നിന്ന് ഷമീൽ എടുത്ത വായ്പക്ക് ഇബ്രാഹിം ഒതൈബി തന്റെ സ്വത്ത് ജാമ്യം നൽകിയിരുന്നു. വായ്പ തിരിച്ചടക്കാത്ത സാഹചര്യത്തിൽ ഇബ്രാഹിമിന്റെ സ്വത്ത് ബാങ്ക് കണ്ടുകെട്ടി. ഈ ഇനത്തിൽ 53.5 ലക്ഷത്തോളം റിയാലും ബിസിനസ് പങ്കാളിത്തത്തിന്റെ പേര് പറഞ്ഞു വാങ്ങിയ 72 ലക്ഷം റിയാലുമാണ് ഷമീൽ നൽകാനുള്ളത്. പണം തിരികെ കിട്ടാൻ ഇബ്രാഹിം ഒതൈബി നാട്ടിൽ ഷമീലിന്റെ വീട്ടിൽ പോവുകയും ദുബായിൽ വെച്ച് ഷമീലിനെ നേരിട്ട് കാണുകയും ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. സൗദി പൗരന്മാരെ കബളിപ്പിക്കുകയാണ് ഷമീലെന്നും ഇന്ത്യ സൗദി സുഹൃത്ത് ബന്ധത്തെ പോലും ബാധിക്കുന്ന സാമ്പത്തിക തട്ടിപ്പാണ് ഇയാൾ നടത്തിയതെന്നും ഇബ്രാഹിം ഒതൈബി ആരോപിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഒമാനിലെ പ്രവർത്തനം വിപുലമാക്കാനൊരുങ്ങി ലുലു ഗ്രൂപ്പ്. ഒമാൻ ഭരണാധികാരിയായ ശേഷം ആദ്യമായി ഇന്ത്യയിലെത്തിയ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡൽഹി ലീല പാലസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ലുലു ഗ്രൂപ്പുമായി ഒമാനിലെ പ്രവർത്തനങ്ങളെപ്പറ്റി യൂസഫ് അലി ഒമാൻ സുൽത്താനോട് വിശദീകരിച്ചു. ലുലു ഗ്രൂപ്പിന്റെ 36 ഹൈപ്പർ മാർക്കറ്റുകളും ഷോപ്പിംഗ് മാളുകളുമാണ് ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ഉള്ളത്. സൗദി ദമാം ഹഫർ അൽ ബാത്തിനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച മലപ്പുറം എടപ്പറ്റ സ്വദേശി റിൻഡ് മോളുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഹഫർ അൽ ബാത്തിനിലെ ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായിരുന്നു റിൻഡ് മോൾ. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഹഫർ ബാത്തിൻ OICC പ്രസിഡന്റ് വിപിൻ മറ്റം, സൈഫുദ്ദീൻ പള്ളിമുക്ക്, സാബു സി തോമസ്, ഡിറ്റോ തോമസ് എന്നിവർ നേതൃത്വം നൽകി.
വെൽക്കം ബാക്ക് ടു ഗൾഫ് ഫോക്കസ്. വയനാട് വാഗേരിയിൽ നരഭോജി കടുവയ്ക്കായുള്ള തെരച്ചിൽ അർദ്ധരാത്രിയിലും തുടരുന്നു. കൂടല്ലൂർ ഭാഗത്താണ് തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പശുവിനെ കൊന്ന വാഗയിൽ സന്തോഷിന്റെ ആട്ടിൻകൂടിന് സമീപം കടുവ 2 തവണ എത്തി. DFO ഷജ്ന കരീം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഈ ചത്ത പശുവിന്റെ ജഡവും കൂട്ടിൽ വെച്ച് അങ്ങനെ ഒരു കെണി ഒരുക്കി കാത്തിരിക്കുകയാണ് വനംവകുപ്പ് എന്ന് മനസ്സിലാക്കുന്നു. ഈ തുടർച്ചയായി ആ പ്രദേശത്തേക്ക് എത്തുമ്പോൾ ഇന്ന് തന്നെ ഈ രാത്രിയിൽ തന്നെ ഈ കടുവ കുടുങ്ങുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അത്തരത്തിൽ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. പ്രത്യേകിച്ച് വാഗേരിയിലുള്ള മനുഷ്യർ, അവർക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി. പ്രജീഷിന്റെ മരണശേഷം ഉണ്ടായിട്ടുള്ള ഒരു സ്ഥിതി എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും ഇതിനുശേഷം വലിയ രീതിയിലുള്ള തിരച്ചിൽ, സർവ്വസന്നാഹങ്ങളുള്ള തെരച്ചിലാണ് വനം വകുപ്പ് നടത്തിയിരുന്നത്. പക്ഷെ ഇന്നാണ് കടുവ കുറെ കൂടി ഈ വീണ്ടും കടുവയെ കാണുന്ന നിലയിലേക്ക് ഇന്ന് പകൽ മാറി. അതായത് ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ കടുവ വാഗേൽ സന്തോഷിന്റെ വീട്ടിലെ പശുവിനെ പിടിച്ചത്. തൊഴുത്തിൽ നിന്ന് വലിച്ച് കൊണ്ടുപോകുന്നതിനിടെയാണ് വീട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് കടുവ ഓടിപ്പോവുകയായിരുന്നു. ഇന്ന് പകൽ വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് പാപ്പളശ്ശേരി, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള സ്ഥലം, അതായത് 4 കിലോമീറ്റർ ചുറ്റളവിൽ, വാഗേരിയുടെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കടുവ ഇറങ്ങി എന്നുള്ള തരത്തിൽ ആളുകൾ കണ്ടതായി പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് തുടർച്ചയായാണ് ഇന്ന് അർദ്ധരാത്രി ഈ കൂട്ടിൽ കടുവ വീഴും എന്ന് കരുതിയിട്ട് കെണി ഒരുക്കിയിരുന്നു. അതായത് ഈ കൊന്ന പശുവിനെ തന്നെയാണ് കെണിയായി ഒരുക്കിയിട്ടുള്ളത്. ഇവരുടെ ഈ സന്തോഷിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ആട്ടിൻകൂട്ടിൽ 2 തവണ കടുവ ഇതിനകം തന്നെ എത്തുകയും ഈ ആട്ടിൻകൂട്ടിൽ അടിക്കുകയും ചെയ്തു എന്നാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇതിനുശേഷം ഇനി ഏതെങ്കിലും തരത്തിൽ കടുവ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മയക്കുവെടി വെക്കാനുള്ള നീക്കമാണ് വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ളത്. DFO ഷജ്ന കരീം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ഇതിന് തൊട്ട് താഴെയായിട്ടാണ്, അതായത് ഈ ആട്ടിൻകൂടിന്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ കെണി ഒരുക്കിയിട്ടുള്ളത്. ആ കെണിയിൽ കടുവ കുടുങ്ങുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും എവരും കാത്തിരിക്കുകയാണ്. ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. കടുവ ഇത്രയധികം വിസിബിളായി ഈ മേഖലയിൽ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് കൂട്ടിൽ കുടുങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെ കരുതിക്കൊണ്ടാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഗേരിക്കാർക്ക് ആശ്വാസം ഉണ്ടാകുന്ന വാർത്ത പുറത്ത് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് എവരും ഉറ്റുനോക്കുന്നത്. ശരി, ഒരാഴ്ചയിലധികമായി വാഗേരിയിലെ ജനങ്ങൾ ആശങ്കയിലാണ്. ഉറക്കമൊഴിച്ച് വനംവകുപ്പിന്റെ ജീവനക്കാരും ഈ രാത്രിയിലും കടുവയെ പിടികൂടാമെന്ന പ്രതീക്ഷയിൽ, കടുവയെ വീണ്ടും ആ ജനവാസ മേഖലയിലേക്ക് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടുകൂടി ഇന്ന് തന്നെ മയക്കുവെടി വെക്കുകയോ കൂട്ടിൽ അകപ്പെടുകയോ ചെയ്യുമെന്നതാണ് പ്രതീക്ഷ. സുർജിത്ത് അയ്യപ്പത്താണ് ഈ അർദ്ധരാത്രിയിലെ ദൗത്യത്തിന്റെ വിവരങ്ങൾ നൽകിയത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും SFIയും തമ്മിൽ തുറന്ന പോര്. സംഘി ഗവർണർ വാപ്പസ് ജാവോ എന്നെഴുതിയ ബാനർ ചാൻസലർ കൂടിയായ ഗവർണർ പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചു. തൊട്ട് പിന്നാലെ ഡൗൺ ചാൻസലർ എന്നെഴുതിയ ബാനർ ഉയർത്തി SFI പ്രവർത്തകർ തിരിച്ചടിച്ചു. ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരസ്പരം വിമർശനങ്ങൾ ഉന്നയിച്ചതോടെ ബാനർ യുദ്ധം ഗവർണർ സർക്കാർ തലത്തിലേക്കും വളർന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI സ്ഥാപിച്ച പ്രതിഷേധ ബാനറുകൾ നീക്കണമെന്ന് ഉച്ചയ്ക്ക് തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശം നൽകിയിരുന്നു. ബാനറുകൾ അഴിക്കാൻ അനുവദിക്കില്ലെന്ന് SFIയും നിലപാടെടുത്തു. പ്രകോപിതനായ ആരിഫ് മുഹമ്മദ് ഖാൻ വൈകിട്ട് 7 മണിയോടെ ഗസ്റ്റ് ഹൌസിന് പുറത്തിറങ്ങി ജില്ലാ പോലീസ് മേധാവിയോട് കയർത്തു. ബാനറുകൾ അഴിപ്പിച്ചു. If not now, this chief minister is not going to remain forever. How come this is here? I am asking you, if chief minister is staying here, you will allow this? You don't have eyes to see this? You want to insult me? സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ നേതൃത്വത്തിൽ ക്യാമ്പസിലേക്ക് സംഘടിച്ചെത്തിയ SFI പ്രവർത്തകരും പോലീസിനോട് ദേഷ്യപ്പെട്ടു. ബാരിക്കേഡിന് മുകളിൽ പുതിയ ബാനർ കെട്ടി. സനാതന ധർമ്മപീഠത്തിന്റെ പോസ്റ്ററിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം നീക്കിയ ശേഷം ആരിഫ് മുഹമ്മദ് ഖാന്റെ ചിത്രം കത്തിച്ചു. കൂടുതൽ SFI പ്രവർത്തകർ ക്യാമ്പസിലേക്ക് എത്തി. കൂടുതൽ പ്രകോപനപരമായ ബാനറുകൾ ഉയർന്നു. കടുത്ത ഭാഷയിൽ മുദ്രാവാക്യങ്ങളും. ക്യാമ്പസുകളെ സംഘപരിവാർ തൊഴുത്തിൽ കെട്ടാൻ ആരിഫ് മുഹമ്മദ് ഖാനെ അനുവദിക്കില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ.
നാളെ അദ്ദേഹം പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിക്കകത്താണ്. ഒരു തരത്തിലും ഒരു ഔദ്യോഗിക പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടല്ല. സ്വാഭാവികമായി ഞങ്ങൾ പറഞ്ഞിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, തീക്ഷ്ണമായിട്ടുള്ള സമരം സഭ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതിനെ സംബന്ധിച്ച് ശക്തമായ തീക്ഷ്ണമായ സമരം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഗവർണറെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസാണ് പതിപ്പിച്ചതെന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പിൽ ആരോപിച്ചു. സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനം തകർന്നെന്നും വിമർശനം. ഗവർണർ നിലവിട്ട മനുഷ്യനാണെന്നും കയറൂരി വിടുന്നവർ ശ്രദ്ധിക്കണമെന്നും അടൂരിലെ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്തും കാണിച്ച് നാടിന്റെ അവസ്ഥ മാറ്റിയെടുക്കാം എന്ന് ധരിക്കരുത്. അത് നല്ലതല്ല എന്ന് ഇദ്ദേഹത്തെ കയറൂരി വിടുന്നവരും മനസ്സിലാക്കണം. ഒരു നല്ല ഒതുക്കത്തിൽ നിർത്തുന്നതാണ് നല്ലത്. ഇതിനിടെ വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജനെ വിളിച്ചുവരുത്തി ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി ശകാരിച്ചു. ചാൻസലർ വൈസ് ചാൻസലറോട് വിശദീകരണം തേടിയിട്ടുണ്ട്. ക്യാമ്പസിൽ വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഗവർണർ നാളെ തലസ്ഥാനത്തേക്ക് തിരിക്കാനിരിക്കെ തിരുവനന്തപുരത്തെ വിവിധ ക്യാമ്പസുകളിലും SFI ബാനർ ഉയർത്തിയിട്ടുണ്ട്. 24 കോഴിക്കോട്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ഗവർണർ എന്ന പദവിയോടുള്ള ബഹുമാനം കൊണ്ടാണ് അങ്ങനെ പറയാത്തതെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. BJP അധികാരം ലഭിക്കാത്ത സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർ പദവിയിൽ ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളെ രാഷ്ട്രീയ ഉപകരണമാക്കുകയാണ് എന്നും അത് കേരളത്തിലെ കോൺഗ്രസുകാർ മാത്രം കാണുന്നില്ലെന്നും PA മുഹമ്മദ് റിയാസ്. ഷട്ട് യുവർ ബ്ലഡി മൗത്ത് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ഞങ്ങൾക്ക് പറയാൻ അറിയാത്തതല്ല. പക്ഷേ നിങ്ങളിരിക്കുന്ന പദവിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പോ കണ്ണൂരിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കേരളത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, മതസഹോദര്യത്തിന്റെ ചരിത്രത്തെ വക്രീകരിച്ച്, കൊളോണിയൽ വിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രത്തെ തമസ്കരിച്ച് RSS ആഗ്രഹിക്കുന്നത് പോലെ ഈ കേരളത്തിൽ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രി ജനിച്ചു വളർന്ന ജില്ലയായ കണ്ണൂരിനെയും ആക്ഷേപിക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ പുറപ്പെട്ടു. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. You are watching 24. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.